എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്ന എൻ്റെ സച്ചേൻ്റെ അടുത്തേക്ക് എനിക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. സച്ചേനില്ലാത്തൊരു ജീവിതം എനിക്കില്ല. മുതൽ ഈ നെല്ലിശ്ശേരി വീടും നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും അതുമായി ബന്ധപ്പെട്ട സകല സ്ഥാവര ജംഗമ വസ്തുക്കളും ഇപ്പോ ഈ അവന്തികയുടെ പേരില. ഇന്ന് വരെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതായി ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം ഇനി എന്റേതാ. ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഓർമ്മകളില്ലാത്ത ഒരു കാലത്തിൽ ജീവിക്കേണ്ടി വരും. അതുമാത്രമല്ല 9 വയസ്സുവരെ ഈ കുഞ്ഞ് അച്ഛനോടൊപ്പം ജീവിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ ജന്മം കൊടുത്ത പിതാവിന് മരണം ഉറപ്പാണ്. ഈശ്വര, എനിക്കെന്താ സംഭവിച്ചത്? ഇത്രയും കാലം സച്ചേട്ടൻ തൊട്ടടുത്തുണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ ദൈവമേ. ഡോക്ടർ നേരത്തെ അമ്മയോട് പറഞ്ഞായിരുന്നു ആക്സിഡന്റ് പറ്റിയപ്പോ മോൾക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ടെന്ന്. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മയും ശിശിരയും ഗോകുലും മോളും എല്ലാം നിന്റെ കൂടെയുണ്ട്. മോനെ, സമൃദ്ധ മോൾക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. സമൃദ്ധ? ഈശ്വര, സ്വന്തം പേര് കൂടി ഓർക്കാൻ പറ്റുന്നില്ലേ? എല്ലാം നഷ്ടപ്പെട്ടിട്ടും എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്ന എൻ്റെ സച്ചേൻ്റെ അടുത്തേക്ക് എനിക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. സച്ചേനില്ലാത്തൊരു ജീവിതം എനിക്കില്ല. എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട സമയമല്ല ഇത്. അങ്ങനെ ചെയ്താൽ ആപത്തിലാവാൻ പോകുന്നത് നിന്റെ സച്ചേട്ടന്റെ ജീവനായിരിക്കും. നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് അവന്തിക മനസ്സിലാക്കിയ ആ നിമിഷം അവൾ സച്ചേട്ടനെ ഇല്ലാതാക്കും. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയ അവർ നേരത്തെ തീർക്കും. അതല്ലേ കറക്റ്റ്? അതിനു മുമ്പ് സച്ചി അർച്ചനയും എനിക്ക് ഫിനിഷ് ചെയ്യണം.
അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ആ നിമിഷം സച്ചി തീർത്തേക്കണം. അവളെ തീർക്കാനുള്ള വഴി അന്വേഷിച്ച് ഞാൻ അവളോട് സൗഹൃദം നടിച്ച് ആ വീടിനകത്ത് കയറി. ഇപ്പോ അവൾ എന്റെ കയ്യിലെ കളിപ്പാവയാ. അപ്പൊ പിന്നെ മാഡത്തിന് അവളെ തീർക്കാൻ എളുപ്പമാണല്ലോ. അതിന് തന്നെയാണല്ലോ ഞാൻ അവളെ സ്നേഹിച്ച് ആ വീടിനകത്ത് വരെ കയറിയത്. സച്ചിയും അർച്ചനയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടരുത്. കണ്ടുമുട്ടാൻ അവൻ ഉണ്ടാവരുത്. ആലോചനയില്ലാത്തൊരു പ്രവൃത്തി മതി നിന്റെ ചുറ്റും നിൽക്കുന്ന ഒരുപിടി നല്ല മനുഷ്യരെ തകർത്തെറിയാൻ. നിന്റെ അനുവാദമില്ലാതെ നിന്റെ ഒരു വിരൽത്തുമ്പിൽ പോലും സ്പർശിക്കാത്തവനാ ഗോകുൽ. നിന്നെയും നിന്റെ കുഞ്ഞിനെയും സംരക്ഷിച്ച ആ നന്മ കണ്ടില്ല നടിക്കാൻ നിനക്ക് പറ്റുമോ? മോളെയും കൂട്ടി ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയാ ഈ കുടുംബത്തിന്റെ സന്തോഷം നീ കാരണം ഇല്ലാതായ. ഓർമ്മയില്ലാത്ത കാലം മുഴുവൻ നിനക്കും കുഞ്ഞിനും അഭയം തന്നതിന് അതാണോ നീ കൊടുക്കേണ്ട പ്രതിഫലം? ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഈശ്വര? എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ സച്ചിൻ്റെ അടുത്തേക്ക് മടങ്ങി പോവാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ആ മനസ്സ് വിങ്ങുന്നത് ഞാൻ അറിയുന്നുണ്ട്. ആ വേദന ഞാൻ കണ്ടതാ. കടന്നുപോയത് വർഷങ്ങളാ. കുറച്ച് സമയം കൂടി നീ സഹിച്ചേ പറ്റൂ. സച്ചേട്ടന്റെ സങ്കടം മാറ്റേണ്ടതും ഈ കുടുംബത്തിന്റെ സന്തോഷങ്ങൾ തകരാതെ നോക്കേണ്ടതും നീയാണ്. രണ്ടും നിന്റെ കടമയാണ്. മറ്റെല്ലാം മറന്ന് സച്ചേട്ടനോടൊപ്പം പോയാലും വീണ്ടും നിങ്ങൾ അവന്തികയെ ഭയന്ന് തന്നെ ജീവിക്കണ്ടേ? അവന്തികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അതിന് സമൃദ്ധിയായി ഈ വേഷം നീ കുറച്ചു നാളും കൂടി തുടർന്നേ പറ്റൂ. താലിമല വീണത് ദേവിയുടെ പാദങ്ങളില. ഇതിൽ കൂടുതൽ പുണ്യം വേറെന്ത് വേണം? ദീർഘമാംഗല്യം തന്നെയാ ദേവി അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത്. ഈ താലിച്ചരടിന്റെ ബന്ധം ജന്മങ്ങൾ നീളും.